കണ്ടില്ലെന്ന് തോന്നുന്നു. എന്ത് നോക്കട കണ്ണൂത്തി പിടിക്കും. സ്റ്റോപ്പിലാരുമില്ല. പുഞ്ചിരിസ് പോയെന്ന് തോന്നല്ലേ? ഇല്ല. മാഷ് സ്കൂളിൽ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്? ഊർജതന്ത്രം, ഫിസിക്സേ. ആൻറ്റി ഇന്ന് ഓട്ടത്തിൻ്റെ സ്പീഡ് കണ്ടപ്പോഴേ തോന്നി. സ്പീഡോ? എനിക്ക് മനസ്സിലായില്ല. ആഹാ, മനസ്സിലായില്ല. സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന സാറിനെ ഞാൻ ഇനി എന്ത് പഠിപ്പിക്കാനാ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവണ്ട. അതെ, മാഷിൻ്റെ ഊർജതന്ത്രം ഞാൻ ഒഴിച്ച് നാട്ടിലെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ആർക്കൊന്നും അറിയില്ല എന്ന് വിചാരം. അല്ല, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ആരോടും ഒട്ടും പറഞ്ഞിട്ടുമില്ല. നാട്ടുകാർക്ക് ഇതൊക്കെ അറിയാൻ ആരെങ്കിലും പറയണോ? അവർക്ക് ഇത് തന്നെയല്ലേ പണി. ആരാരെ നോക്കുന്നുണ്ട്, ആരാരെ നോക്കുന്നില്ല. അല്ലെങ്കിൽ സൊസൈറ്റി വേറൊരു മാഷേ. അല്ല, നാട്ടുകാരും. അതെ, എന്താ മാഷിൻ്റെ പ്ലാൻ? പ്ലാനൊന്നുമില്ല. സ്കൂളിൽ പോകണം, ക്ലാസ്സസ് എടുക്കണം, റിവേഷൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല, മാഷിന് എന്നോട് എന്തെങ്കിലും പറയാൻ ഉദ്ദേശമുണ്ടോ? എന്നുവെച്ചാ എന്താ? എന്തേലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം. വീട്ടിൽ ആലോചനകളൊക്കെ വരുന്നുണ്ട്. അറിഞ്ഞു. ഞാൻ അളിയനും കൂട്ടി വീട്ടിലേക്ക് വരട്ടെ. അയ്യടാ, അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടണ്ടേ? അത് വേണം. എന്നാ പറ. എന്ത്? നീ അത് ഞാൻ പറഞ്ഞു തരണോ? അല്ല, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഇപ്പൊ ഇന്നല്ല, ഇപ്പൊ വേണം. പറഞ്ഞു പറഞ്ഞു, ഞാൻ റെഡിയാ. അല്ല, എനിക്കിത് അത്ര ശീലമില്ല. പിന്നെ എനിക്ക് തന്നെയാണല്ലോ ശീലം. രാവിലെ വന്നിരുന്ന എല്ലാവരുടെയും പ്രപ്പോസൽ റിവ്യൂ അടിക്കലാണല്ലോ എൻ്റെ പരിപാടി. വേഗം പറഞ്ഞോട്ടോ, ഇപ്പൊ ബസ് വരും. ജാനകി, എനിക്ക് ജാനകിയോട് ഒരു ഗുരുത്വാകർഷണം. എന്താ? ഗുരുവിനുണ്ടാകുന്ന ഒരു ആകർഷണം. അപ്പൊ മാഷിന് ആകർഷണേ ഉള്ളൂ, സ്നേഹമില്ല? സ്നേഹമുണ്ട്. സ്നേഹമാണല്ലോ. എനിക്ക് ജാനകി ഒരുപാട് ഇഷ്ടമാണ്. ബസ് വരുന്നുണ്ട്, അപ്പൊ ഞാൻ പോവാ. അല്ല, ഒന്നും പറഞ്ഞില്ല. അതെ, എവറി ആക്ഷൻ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണല്ലോ. തേർഡിലോ? അതെ, അത് തന്നെ. അല്ല, അപ്പം നമ്മുടെ കാര്യം? അടുത്ത ആഴ്ച അച്ഛൻ വീട്ടിലുണ്ട്. ഞായറാഴ്ച അളീനെ വീട്ടിലുണ്ടേ. ഇപ്പൊ എന്തിനാ സ്കൂളിൽ പോയിട്ട്? എൻ്റെ ഒരു കാര്യം